നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രയേലുമായുള്ള തർക്കം മുറുകുന്നു. ഇസ്രയേലിന്റെ ചാരവൃത്തി പരിധി കടക്കുന്നുവെന്ന് അമേരിക്ക. കുവൈറ്റിലും ബഹ്റൈനിലും അമേരിക്കൻ സൈനിക ബേസുകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി ഇറാൻ. വിജയകരമായി പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റും ബഹ്റൈനും. ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ 4 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി അമേരിക്ക. സമാധാന ചർച്ചകൾ പ്രതിസന്ധിയിലെന്ന് ഇറാൻ. യുഎസിൽ നിന്നും $198 കോടി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനൊരുങ്ങി കുവൈറ്റ്. പുതിയ ആയുധ കരാർ വഴി ലക്ഷ്യമാക്കുന്നത് കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ ശേഷി വൻതോതിൽ ഉയർത്തുക. കേരളത്തിൽ കാലവർഷക്കെടുതി രൂക്ഷം. 5 മരണം. കാസർഗോഡ് ആദൂരിൽ വീടിന്റെ മതിലിടിഞ്ഞ് 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. തൃശൂർ മണലൂരിൽ വീടിന് മുകളിൽ മരം വീണ് യുവാവ് മരിച്ചു. കുറ്റ്യാടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് അമ്മയും കുഞ്ഞും മരിച്ചു. കുഞ്ഞിനായി കാസർഗോഡ് മുതൽ മലപ്പുറം വരെ റെഡ് അലർട്ട് തുടരുന്നു. കരുവന്നൂർ കേസിൽ CPM-ന് തിരിച്ചടി. നേതാക്കൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി. AC മൊയ്തീനും K രാധാകൃഷ്ണനും MM വർഗീസും വിചാരണ നേരിടണം. 28 പ്രതികൾക്ക് സമൻസ്. ജൂലൈ 4-ന് പ്രതികൾ നേരിട്ട് ഹാജരാകണം. IAS ഉദ്യോഗസ്ഥരായ B അശോകും N പ്രശാന്തും തിരികെ സർവീസിലേക്ക്. സസ്പെൻഷൻ പിൻവലിച്ചു. ഉത്തരവുടൻ ഇറങ്ങും. ബൗക്കോ CMD സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ട് എക്സൈസ് മന്ത്രി. വിശദമായി നോക്കാം. കുവൈറ്റിനെ ലക്ഷ്യമിട്ട് ഇന്ന് വീണ്ടും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നു. പുലർച്ചെയാണ് ആക്രമണങ്ങൾ നടന്നത്. ആളപായങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. രാജ്യത്തിന്റെ വ്യോമാതിർത്തി ലംഘിച്ചെത്തിയ മിസൈലുകളെയും ഡ്രോണുകളെയും സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമായി നേരിട്ടു. വ്യോമാക്രമണ ഭീഷണിയെ തുടർന്ന് രാജ്യത്തുടനീളം അടിയന്തര മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേട്ട ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ ജനങ്ങളിൽ ആശങ്ക പരത്തിയെങ്കിലും ഇത് വ്യോമ പ്രതിരോധ സംവിധാനം ശത്രുക്കളുടെ മിസൈലുകൾ ആകാശത്ത് വെച്ച് വിജയകരമായി തകർത്തതിൻ്റെതാണെന്ന് അധികൃതർ വ്യക്തമാക്കി. നിലവിലെ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും ബന്ധപ്പെട്ട ഔദ്യോഗിക അധികാരികൾ പുറപ്പെടുവിക്കുന്ന എല്ലാ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും മാർഗരേഖകളും പൊതുജനങ്ങൾ കർശനമായി പാലിക്കണമെന്നും ആർമി ജനറൽ സ്റ്റാഫ് അഭ്യർത്ഥിച്ചു. സ്ഥിതിഗതികൾ സൈന്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. കുവൈറ്റിനും ബഹ്റൈനും നേരെ ഇന്ന് പുലർച്ചെ നടന്ന ഇറാന്റെ മിസൈൽ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം. ബഹ്റൈന്റെയും കുവൈറ്റിന്റെയും പരമാധികാരത്തിന് നേരെയുള്ള നഗ്നമായ ലംഘനമാണ് ആക്രമണമെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. തങ്ങൾ പുലർത്തുന്ന ക്ഷമയെ ബലഹീനതയായി കാണരുതെന്ന് ഇറാനെ ഓർമ്മിപ്പിച്ച് ബഹ്റൈൻ മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും പ്രതിജ്ഞാബദ്ധമാണെങ്കിലും രാജ്യത്തിന്റെ പരമാധികാരവും ജനങ്ങളുടെ സുരക്ഷയും സംരക്ഷിക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും മുന്നറിയിപ്പ് നൽകി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ആയേദ് അൽ അദീബിയുടെ ഇടതുകാൽ നഷ്ടമായി. ആക്രമണത്തിൽ വിമാനത്താവള ജീവനക്കാരും യാത്രക്കാരും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ടെർമിനൽ 1-ന് കേടുപാടുകൾ സംഭവിക്കുകയും അടിയന്തര സുരക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. സംഭവശേഷം പരിക്കേറ്റവർക്കുള്ള ചികിത്സയും നാശനഷ്ടങ്ങളുടെ വിലയിരുത്തലും തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു. യുഎസിൽ നിന്നും $198 കോടി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനൊരുങ്ങി കുവൈറ്റ്. മേഖലയിൽ വർദ്ധിച്ചുവരുന്ന വ്യോമാക്രമണ ഭീഷണികൾ പ്രതിരോധിക്കുന്നതിനായാണ് അമേരിക്കയിൽ നിന്നും അത്യാധുനിക കൗണ്ടർ ഡ്രോൺ സംവിധാനം വാങ്ങുന്നത്. ഇവയുടെ വിൽപ്പനയ്ക്ക് അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കുവൈറ്റിന് നേരെ ഇറാൻ നടത്തുന്ന വ്യോമാക്രമണങ്ങളെ തുടർന്ന് സുരക്ഷാ രംഗത്തെ കടുത്ത പ്രതിസന്ധികളാണ് രാജ്യം നേരിടുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ ശേഷി വൻതോതിൽ ഉയർത്തുക എന്നതാണ് പുതിയ ആയുധ കരാർ വഴി ലക്ഷ്യമാക്കുന്നത്. അമേരിക്കൻ പ്രതിരോധ കമ്പനിയായ ആൻഡുറിൽ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക കൗണ്ടർ അൺമാൻഡ് ഏരിയൽ സംവിധാനവും അനുബന്ധ ഉപകരണങ്ങളുമാണ് പുതിയ കരാറിലുള്ളത്. അമേരിക്കൻ കോൺഗ്രസ് അന്തിമമായി കരാർ അവലോകനം ചെയ്ത ശേഷം പുതിയ പ്രതിരോധ സംവിധാനങ്ങൾ കുവൈറ്റിന് കൈമാറും.
പരിസ്ഥിതി സംരക്ഷണ മേഖലയിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സൗദി അറേബ്യയും റഷ്യയും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സൗദി പരിസ്ഥിതി ജല കൃഷി മന്ത്രാലയവും റഷ്യൻ പ്രകൃതി വിഭവ പരിസ്ഥിതി മന്ത്രാലയവും തമ്മിലാണ് കരാറ്. പരിസ്ഥിതി സംരക്ഷണം, ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കൽ, പ്രകൃതി വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം എന്നിവ ലക്ഷ്യമിട്ടാണ് കരാർ. ഇസ്രായേൽ നിരീക്ഷണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് അമേരിക്കയുടെ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ രംഗത്ത്. മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ രഹസ്യമായി നിരീക്ഷിക്കുന്നുവെന്ന് പെന്റഗൺ അഭിപ്രായപ്പെട്ടു. ഇറാൻ വിഷയത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസികൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ വളരെയധികം ആക്രമോത്സുക സ്വഭാവം കാണിക്കുന്നുവെന്നാണ് മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരൊക്കെ വിലയിരുത്തുന്നത്. ഇസ്രായേൽ സന്ദർശിക്കുന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരോട് ഇപ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഈ ആരോപണങ്ങളെല്ലാം ഇസ്രായേൽ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അമേരിക്കൻ ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കുന്നു എന്നത് തികച്ചും വ്യാജമായ കാര്യമാണെന്ന് വാഷിംഗ്ടണിലെ ഇസ്രായേൽ എംബസി വക്താവ് അറിയിച്ചു. ഇനി മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ തൃശൂർ കരുവന്നൂർ കള്ളപ്പണക്കേസിൽ CPMന് തിരിച്ചടി. നേതാക്കൾ വെട്ടിലാകും. കേസിൽ പ്രതികൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്നും പ്രതികൾ നേരിട്ട് ഹാജരാകണമെന്നും എറണാകുളം PLMA കോടതി ഉത്തരവിട്ടു. CPM നേതാക്കളായ K രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, MM വർഗീസ് അടക്കമുള്ള മുഴുവൻ പ്രതികൾക്കും കോടതി സമൻസ് അയച്ചു. അടുത്ത മാസം 4-ന് കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. കേസിൽ CPM തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, മുൻ മന്ത്രി AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ MP എന്നിവർക്ക് പുറമെ CPMനെയും പ്രതി ചേർത്തിരുന്നു. കേസിൽ AC മൊയ്തീൻ 67-ാം പ്രതിയും CPIM 68-ാം പ്രതിയും MM വർഗീസ് 69-ാം പ്രതിയും K രാധാകൃഷ്ണൻ 70-ാം പ്രതിയുമാണ്. അതേസമയം പ്രതിയാക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളതെന്നും രാഷ്ട്രീയ പ്രേരിതമായ കേസാണിതെന്നും നിയമപരമായി നേരിടുമെന്നും AC മൊയ്തീൻ പറഞ്ഞു. നിയമപരമായ കാര്യങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് മാർഗം. ആ മാർഗത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. പാർട്ടിയെയും പാർട്ടി നേതൃത്വത്തെയും BJPയുടെ രാഷ്ട്രീയ ആവശ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തിയുണ്ടാക്കിയ കേസുകളിലൊന്നാണിത്. മറ്റു സ്വാഭാവികമായിട്ടും കരുവന്നൂർ കേസിലെ മറ്റ് പ്രശ്നങ്ങളിൽ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും മറ്റുള്ളവരും ഒക്കെ ആവശ്യമായ അന്വേഷണം നടത്തിയതാണ്, നടപടി സ്വീകരിച്ചതാണ്. രാഷ്ട്രീയ പാർട്ടിയെ കേസിൽ പ്രതിയാക്കുക എന്നത് ജനാധിപത്യത്തിന്റെ നിഷേധമാണെന്നും പരമോന്നത കോടതിയിൽ പോകേണ്ടി വന്നാൽ പോകുമെന്നും CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ഇതിനെ നിയമപരമായി തന്നെ ഞങ്ങൾ നേരിടും. നമ്മുടെ രാജ്യത്ത് നിരവധി കോടതികളുണ്ട്. നിയമപരമായി ലഭ്യമാകുന്ന എല്ലാ അവകാശങ്ങളും വിനിയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസിനെ നേരിടും. കരുവന്നൂർ കേസിൽ പ്രതികൾ തട്ടിപ്പിലൂടെ 180 കോടി രൂപ സമ്പാദിച്ചെന്നാണ് ED കുറ്റപത്രം. പാർട്ടിയുടേതുൾപ്പെടെ 128.82 കോടി രൂപയുടെ ആസ്തികൾ ED കണ്ടുകെട്ടിയിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. B അശോകിന്റെയും N പ്രശാന്തിന്റെയും സസ്പെൻഷൻ പിൻവലിച്ചു. N പ്രശാന്ത് 2 വർഷമായി സസ്പെൻഷനിലാണ്. B അശോക് 1.5 മാസമായി സസ്പെൻഷനിലാണ്. പിണറായി സർക്കാരിന്റെ കാലത്ത് സർക്കാരിനെ വിമർശിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചതിനാണ് B അശോകിനെ സസ്പെൻഡ് ചെയ്തത്. ചീഫ് സെക്രട്ടറി ജയതിലകിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപ പരാമർശം നടത്തിയെന്നത് ചൂണ്ടിക്കാട്ടിയാണ് N പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാവുകയാണ്. തൃശൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലായി 5 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 7 വയസ്സുകാരനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. 5 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. കാസർഗോഡ് ആദൂരിൽ വീടിന്റെ മതിലിടിഞ്ഞു വീണ് 2 സഹോദരങ്ങളാണ് മരിച്ചത്. ആദൂർ PHCക്ക് സമീപത്തെ അബൂബക്കറിന്റെ മക്കളായ മുസമ്മിൽ, മുൻസിർ എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 9 വയസ്സുകാരനെ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കളിച്ചുകൊണ്ടിരിക്കവേ മതിൽ ഇടിഞ്ഞു വീണാണ് അപകടമുണ്ടായത്. കോഴിക്കോട് പേരാമ്പ്ര പാലേരിയിൽ തോട്ടത്തങ്കണ്ടിപ്പുഴയിൽ അമ്മയും കുഞ്ഞും ഒഴുക്കിൽപ്പെട്ടാണ് മരിച്ചത്. അന്തിക്കുന്നുമൽ തോട്ടത്തിൻകണ്ടി രമ്യ സുധീഷ്, മകൻ ശിവാനന്ദ് എന്നിവരാണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ട മകനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയായിരുന്നു രമ്യ മരിച്ചത്. ഒഴുക്കിലകപ്പെട്ട ശിവനന്ദിന്റെ മൃതദേഹം മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത്. തൃശൂർ മണലൂരിൽ വീടിന് മുകളിൽ മരം വീണ് യുവാവ് മരിച്ചു. മണലൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. രാവിലെ പെയ്ത കനത്ത മഴയിൽ വിഷ്ണു കിടക്കുന്ന മുറിയുടെ മുകൾ ഭാഗത്തേക്ക് മരം വീഴുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സും എത്തി മരം മുറിച്ചു മാറ്റി വിഷ്ണുവിനെ പുറത്തെടുത്ത
കൊണ്ടുകൊടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. വരവൂർ പാലക്കൽ ഭഗവതി ക്ഷേത്രക്കുളത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുതാണു. കരിങ്കല്ല് ഉപയോഗിച്ച് നിർമ്മിച്ച കുളത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് പൂർണ്ണമായും കുളത്തിലേക്ക് ഇടിഞ്ഞിറങ്ങിയത്. കാസർഗോഡ് മാവുങ്കാലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂട്ടറിന് മുകളിലേക്ക് മതിൽ ഇടിഞ്ഞു വീണ് സ്കൂട്ടർ യാത്രികർക്ക് പരിക്കേറ്റു. കല്ലഞ്ചിറ സ്വദേശികളായ പ്രിയേഷ് ജോർജ്, കെ വിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത്. കൈകാലുകൾക്ക് പരിക്കേറ്റ ഇരുവരെയും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുണിയയിൽ ശക്തമായ മഴയിൽ റോഡിലേക്ക് മതിൽ ഇടിഞ്ഞു വീണു. തോക്കാനം മൊട്ട കുന്നൂച്ചി റോഡിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത്. കുണിയ കോളേജിന്റെ ചുറ്റുമതിലാണ് തകർന്നു വീണത്. പാലക്കാട് വല്ലപ്പുഴ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ചുറ്റുമതിലും ഇടിഞ്ഞു വീണു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. 12 അടിയോളം ഉയരമുള്ള ചുറ്റുമതിലിന്റെ ഒരു ഭാഗമാണ് സമീപത്തെ റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. മണിമലയാറിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ എന്നിവയുടെ പ്രവർത്തന നിരോധനം ഞായറാഴ്ചയും തുടരും. വനംവകുപ്പിന് കീഴിലെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിട്ടിട്ടുണ്ട്. കോറികൾ, യന്ത്രസഹായത്തോടെയുള്ള മണ്ണെടുപ്പ് എന്നിവയ്ക്കുള്ള നിരോധനവും തുടരും. മതപഠന ക്ലാസുകൾ, ട്യൂഷൻ, സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നേരി മേഖലകളിലെ പ്രദേശവാസികളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു. പ്രദേശത്തേക്കുള്ള രാത്രിയാത്രാ നിരോധനവും തുടരും. വിനോദസഞ്ചാര വകുപ്പിന് കീഴിലെ മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളിലും നാളെയും സഞ്ചാരികൾക്ക് പ്രവേശനമുണ്ടാവില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കോഴിക്കോട്. സൗദിയുടെ തലസ്ഥാനമായ റിയാദ് നഗരത്തിലെ കടുത്ത ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് ജൂൺ 2 മുതൽ പുതിയ ഫ്ലെക്സിബിൾ ജോലി സമയ ക്രമീകരണം നടപ്പിലാക്കി തുടങ്ങി. റിയാദ് റോയൽ കമ്മീഷനും മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയവും സംയുക്തമായാണ് ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട 6 ബിസിനസ് മേഖലകളിലെ 50-ലധികം സർക്കാർ വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കുമാണ് നിലവിൽ ഇത് ബാധകം. ജീവനക്കാർക്ക് ജോലിക്ക് എത്തിച്ചേരാനുള്ള സമയപരിധി 4 മണിക്കൂറായി ദീർഘിപ്പിച്ചും സിവിൽ സർവീസ് ജീവനക്കാർക്ക് രാവിലെ 5:30 മുതൽ 9:30 വരെയുള്ള സമയത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഓഫീസിലെത്താം തുടങ്ങിയ തീരുമാനങ്ങളുമാണ് നടപ്പിലായത്. ഇതുമൂലം എല്ലാവരും ഒരേ സമയത്ത് റോഡിലിറങ്ങുന്നത് ഒഴിവാക്കി റോഡിലുള്ള തിരക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു. എന്നാൽ ഈ തീരുമാനം എല്ലാവർക്കും ഇപ്പോൾ ബാധകമല്ല. പ്രത്യേകിച്ചും ആരോഗ്യം, പൊതുവിദ്യാഭ്യാസം, ഫീൽഡ് വർക്കുകൾ തുടങ്ങിയ എപ്പോഴും സേവനം ആവശ്യമുള്ള മേഖലകൾക്കാണ് ബാധകം. ദുബായിലെ റോഡുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായി അത്യാധുനിക നിർമ്മിത ബുദ്ധി സംവിധാനങ്ങളും സ്മാർട്ട് റഡാറുകളും വ്യാപകമാക്കി ദുബായ് പോലീസ്. അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയാനും ഗതാഗത നിയമലംഘനങ്ങൾ തത്സമയം കണ്ടെത്താനും കഴിയുന്ന പ്രെഡിക്റ്റീവ് സാങ്കേതിക വിദ്യയാണ് എമിറേറ്റിൽ സജ്ജമാക്കിയിരിക്കുന്നത്. റോഡിലെ ഗതാഗത വിവരങ്ങളും ഡ്രൈവർമാരുടെ പെരുമാറ്റവും തുടർച്ചയായി വിശകലനം ചെയ്ത് വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ ഈ പ്ലാറ്റ്ഫോമിന് കഴിയുമെന്ന് അധികൃതർ അറിയിച്ചു. വാഹനങ്ങൾ അമിത വേഗത്തിൽ സഞ്ചരിക്കുന്ന മേഖലകൾ തിരിച്ചറിഞ്ഞ് അവിടങ്ങളിൽ താൽക്കാലിക റഡാറുകൾ സ്ഥാപിക്കാനും വലിയ ശബ്ദമുണ്ടാക്കുന്ന വാഹനങ്ങളെ കണ്ടെത്തി നടപടി സ്വീകരിക്കാനും പുതിയ സംവിധാനം പോലീസിനെ സഹായിക്കും. റോഡ് സുരക്ഷ കൂടുതൽ കാര്യക്ഷമമാക്കുകയും അപകടങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുന്നതാണ് ഈ സ്മാർട്ട് സാങ്കേതിക വിദ്യയുടെ പ്രധാന ലക്ഷ്യമെന്ന് ദുബായ് പോലീസ് വ്യക്തമാക്കി. കുവൈറ്റിലെ അബ്ദാലി പ്രദേശത്ത് ഇന്ധന കമ്പനിയിലെ തൊഴിലാളികൾ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് ബന്ധപ്പെട്ട കമ്പനിക്കെതിരെ കടുത്ത നടപടിയുമായി പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ. രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്ന സ്വകാര്യ കമ്പനികൾക്കെതിരെയുള്ള കർശനമായ നീക്കങ്ങളുടെ ഭാഗമായാണ് അതോറിറ്റിയുടെ ഈ ഇടപെടൽ. തൊഴിലാളികൾക്ക് കൃത്യമായ ശമ്പളം നൽകാത്തതും തൊഴിൽ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചതുമാണ് അബ്ദാലിയിൽ തൊഴിലാളികളുടെ കൂട്ടായ പ്രതിഷേധത്തിന് കാരണമായത്. സംഭവം റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ മാൻ പവർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും തൊഴിലാളികളുടെ പരാതികൾ നേരിട്ട് സ്വീകരിക്കുകയും കമ്പനി പ്രതിനിധികളെ വിളിപ്പിച്ച് വിശദീകരണം തേടുകയും ചെയ്തു. പ്രാഥമിക അന്വേഷണത്തിൽ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ഇന്ധന കമ്പനിയുടെ തൊഴിൽ ഫയലുകൾ അതോറിറ്റി അടിയന്തരമായി മരവിപ്പിച്ചു. ഇതോടെ പുതിയ വീസകൾ നൽകുന്നതിനും സർക്കാർ പദവികളിലുള്ള ഇടപാടുകൾ നടത്തുന്നതിനും കമ്പനിക്ക് വിലക്ക് നേരിടേണ്ടി വരും. അബുദാബി ഹെറിറ്റേജ് അതോറിറ്റി സംഘടിപ്പിച്ച മുൽത്തഖ അൽ സൈഫ് അൽ ബഹ്റീൻ ഫോറം യുവതലമുറയ്ക്ക് UAEയുടെ സമ്പന്നമായ സമുദ്ര പൈതൃകം പരിചയപ്പെടുത്തുന്ന വേദിയായി. പ്രായോഗികവും സംവേദനാത്മകവുമായ പരിപാടികളിലൂടെ സമുദ്രവുമായി അഭേദ്യ ബന്ധം പുലർത്തിയിരുന്ന മുൻ തലമുറയുടെ ജീവിത രീതികളും അനുഭവങ്ങളും പങ്കുവച്ചു.
മുത്തുശേഖരണത്തിനായുള്ള മുങ്ങൽ, മത്സ്യബന്ധനം, സമുദ്ര വ്യാപാരം എന്നിവയെ ആശ്രയിച്ചായിരുന്നു പൂർവികരുടെ ജീവിതമെന്ന് ഫോറം വിശദീകരിച്ചു. സമുദ്ര പൈതൃകത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള അറിവ് യുവാക്കളിൽ വളർത്തുന്നതിനും ദേശീയ പൈതൃക സംരക്ഷണത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനുമാണ് പരിപാടി ലക്ഷ്യമിട്ടത്. UAEയുടെ സമുദ്ര പൈതൃകവും അതിന്റെ ചരിത്ര പ്രാധാന്യവും യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നതായിരുന്നു ഈ ഫോറത്തിന്റെ പ്രധാന ലക്ഷ്യം. കടുത്ത വേനൽ ചൂടിലും നഗരത്തിൽ ഡെലിവറി സേവനങ്ങൾ തുടർച്ചയായി നടത്തുന്ന ബൈക്ക് റൈഡർമാർക്ക് ആശ്വാസമായി പുതിയ പദ്ധതികളുമായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ദുബായിൽ 40 വിശ്രമ കേന്ദ്രങ്ങളാണ് അത്യാധുനിക സജ്ജീകരണങ്ങളോടെ ദുബായ് RTA ആരംഭിക്കുന്നത്. ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ നടപ്പിലാക്കുന്ന ഉച്ചവിശ്രമ നിയമത്തോടനുബന്ധിച്ചാണ് ഈ കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഗതാഗത സുരക്ഷ മെച്ചപ്പെടുത്തുക, അപകട സാധ്യത കുറയ്ക്കുക, റൈഡർമാരുടെ ജീവിത നിലവാരം ഉയർത്തുക, ഗതാഗത നിയമങ്ങൾ പാലിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. AC സൗകര്യമുള്ള ഓരോ കേന്ദ്രത്തിലും കുടിവെള്ള സംവിധാനം, മൊബൈൽ ചാർജിംഗ് സ്റ്റേഷനുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓരോ കേന്ദ്രത്തിലും ഏകദേശം 10 റൈഡർമാർക്ക് ഒരേ സമയം വിശ്രമിക്കാനാകും. ഡെലിവറി സേവനങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചതോടെ ഈ മേഖലയിൽ വലിയ വളർച്ച രേഖപ്പെടുത്തിയതായി RTA അറിയിച്ചു. അതിനനുസരിച്ച് റൈഡർമാർക്ക് കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവുമായ ജോലി അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി മക്കയിൽ നിന്നുള്ള മലയാളി തീർത്ഥാടകരുടെ മദീന സന്ദർശനം ആരംഭിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കൊച്ചി എംബാർക്കേഷൻ പോയിന്റ് വഴി വിശുദ്ധ ഭൂമിയിലെത്തിയ ഹാജിമാരുടെ ആദ്യ സംഘമാണ് പ്രവാചക നഗരിയിലെത്തിയത്. മദീന KMCCയുടെ നേതൃത്വത്തിൽ ഇവർക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി. സ്വീകരണ ചടങ്ങിൽ ഷെരീഫ് കാസർഗോഡ്, അഷ്റഫ് അഴിഞ്ഞിലം, അഹമ്മദ് മുനമ്പം, നഫ്സൽ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മക്കയിൽ നിന്നും ബസ് മാർഗം പുറപ്പെട്ട ആദ്യ സംഘത്തിൽ സ്ത്രീകളും പുരുഷന്മാരും വയോധികരും അടക്കം 860ഓളം തീർത്ഥാടകരാണ് ഉണ്ടായിരുന്നത്. പ്രവാചക നഗരിയിൽ 8 ദിവസത്തെ താമസവും പ്രാർത്ഥനകളും സിയാറത്തും പൂർത്തിയാക്കിയ ശേഷം ഈ സംഘം ജൂൺ 13 നാട്ടിലേക്ക് തിരിക്കും. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പ്രതിഷേധം അവസാനിച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കൊപ്പം മറ്റ് 5 ആവശ്യങ്ങളും CJP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നീണ്ട പോരാട്ടത്തിന്റെ തുടക്കമാണിതെന്ന് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ പറഞ്ഞു. അതേസമയം CJP യുവാക്കളെ വഴിതെറ്റിക്കുകയാണെന്ന് ആരോപിച്ച് പ്രതിഷേധിച്ചവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. കാഫീർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവിനെ SIT ചോദ്യം ചെയ്തു. തിരുവള്ളൂർ സ്വദേശിയും DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ ജിതിൻ ഭാസ്കറിന്റെ മൊഴിയാണ് SIT രേഖപ്പെടുത്തിയത്. റിബേഷ് രാമകൃഷ്ണന് കാഫീർ സ്ക്രീൻഷോട്ട് ലഭിച്ചത് ജിതിനിൽ നിന്നാണെന്ന് സൂചന. ജിതിൻ ഭാസ്കറിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. പരസ്പര സഹകരണത്തിലൂടെ ജീവിതം സുഗമമാക്കുക എന്നതാണ് പ്രകൃതി നൽകുന്ന പാഠമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. വികാരജീവി എന്നതിനപ്പുറം വിചാരജീവിയായും അതുവഴി വിവേകജീവിയായും ഓരോരുത്തരും മാറണം. എറണാകുളം ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന്റെ 1ാം ദിവസം അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. രാവിലെ അമ്മ എത്തുമ്പോഴേക്കും 40,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള സ്റ്റേജും പന്തലും നിറഞ്ഞിരുന്നു. ബ്രഹ്മസ്ഥാന മഹോത്സവ വേദിയിൽ എത്തിയ അമ്മയെ സ്വീകരിക്കാൻ എറണാകുളം ജില്ലാ കളക്ടർ G. പ്രിയങ്ക AS, സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ IPS ഉൾപ്പെടെയുള്ള പ്രമുഖർ എത്തി. പ്രശസ്ത സാഹിത്യകാരൻ C. രാധാകൃഷ്ണൻ അമൃതവർഷിണി 2026 സോവനീർ പ്രകാശനം അമ്മയിൽ നിന്ന് ഏറ്റുവാങ്ങി. തുടർന്ന് അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം നടന്നു. സഹകരണം, സൗഹൃദം, സഹവാസം എന്നീ ചിന്തകൾ കൂടുതൽ ആവശ്യപ്പെടുന്ന കാലമാണിതെന്ന് അമ്മ പറഞ്ഞു. ജനനത്തിനും മരണത്തിനും മധ്യത്തിലുള്ള ജീവിതം ഇടവേളയ്ക്ക് പ്രസക്തിയും പ്രാധാന്യവും കൈവരുന്നത് നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ്. പ്രകൃതിയോടും സഹജീവനുള്ള മനുഷ്യരോടും മറ്റ് ജീവജാലങ്ങളോടുമുള്ള നമ്മുടെ ധർമ്മം നിറവേറ്റുമ്പോഴാണ് നല്ല കർമ്മം എന്ന് പറയുന്നത്. സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരശക്തി പല നല്ല പാഠങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു. അതെല്ലാം വേണ്ടവണ്ണം പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതാക്കാമായിരുന്നു. ഓരോ ആപത്തും, ഇത് മഹാമാരിയാകട്ടെ, പ്രക്ഷോഭമാകട്ടെ, കാലാവസ്ഥ വ്യതിയാനമാകട്ടെ, എല്ലാം പ്രധാനമായി 3 കാര്യങ്ങളാണ്
നമ്മളോട് പറയുന്നു. 1 സഹകരണം, 2 സഹൃദയം, 3 സഹവാസം. മനുഷ്യരും തമ്മിൽ സഹകരിച്ച് നീങ്ങുക, പ്രകൃതിയുമായി സഹൃദം പ്രാപിക്കുക, ശക്തിയായി സഹവാസം പ്രാർത്ഥന. ഈ 3 കാര്യങ്ങളും കുറേശ്ശെങ്കിലും പ്രാവർത്തികമാക്കില്ലെങ്കിൽ അത് ജീവിതത്തിലെ എല്ലാ മേഖലകളും ബാധിക്കുമെന്നുള്ളതാണ് സത്യം. സന്ധി സംഭാഷണങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. അത്തരമൊരു സമീപനമാണ് നമ്മൾ പ്രകൃതിയോട് സ്വീകരിച്ചിരിക്കുന്നത്. ഭജന, ധ്യാനം എന്നിവയ്ക്ക് ശേഷം അമ്മ ഭക്തർക്ക് ദർശനം നൽകി. ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം, തിലഹോമം, മഹാഗണപതി ഹോമം, സുദർശന ഹോമം, നവഗ്രഹ ഹോമം എന്നിവ നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ ശനിദോഷ നിവാരണ പൂജയും നടക്കും. അമൃത ന്യൂസ്, കൊച്ചി. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ കീഴിൽ സ്ത്രീ ശാക്തീകരണത്തിനും സ്വയം പര്യാപ്തതയ്ക്കുമായി പ്രവർത്തിക്കുന്ന സ്വയം സഹായ സംഘമായ അമൃതശ്രീ അംഗങ്ങൾക്ക് മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ കൈത്താങ്ങ്. എറണാകുളം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന 7000-ഓളം സ്ത്രീകൾക്ക് സാരിയും ധനസഹായവും വിതരണം ചെയ്തു. അമ്മയുടെ സാന്നിധ്യത്തിൽ വിശിഷ്ടാതിഥികളായ സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ എന്നിവർ വിതരണം ചെയ്തു. പ്രകൃതിക്ഷോഭങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവ നേരിടുന്ന സാധാരണക്കാരായ സ്ത്രീകളെ തൊഴിൽ പരിശീലനങ്ങളിലൂടെയും സാമ്പത്തിക സഹായങ്ങളിലൂടെയും മുന്നോട്ട് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മാതാ അമൃതാനന്ദമയി മഠം അമൃതശ്രീ പദ്ധതി ആരംഭിച്ചത്. ഇംഗ്ലണ്ട്, അയർലൻഡ് ടീമുകൾക്കെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് നായകൻ. നേരത്തെ തന്നെ സൂര്യകുമാർ യാദവിനെ T20 നായക സ്ഥാനത്ത് നിന്ന് നീക്കി ശ്രേയസ് അയ്യരെ നായകനാക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. IPL-ൽ പഞ്ചാബ് കിങ്സിന്റെ നായകനായ ശ്രേയസ് ഏറെക്കാലമായി ഇന്ത്യയുടെ T20 ടീമിന് പുറത്താണ്. ഇപ്പോൾ നായകനായി തകർപ്പൻ തിരിച്ചുവരവാണ് ശ്രേയസ് നടത്തിയിരിക്കുന്നത്. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. ഇന്ത്യയുടെ യുവതാരമായ തിലകിനെ നായക സ്ഥാനത്തേക്ക് വളർത്തിക്കൊണ്ടുവരുവാനുള്ള നീക്കമാണ് ഇന്ത്യക്കുള്ളത്. സഞ്ജു സാംസനെ നായകനാക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും വൈസ് ക്യാപ്റ്റൻ സ്ഥാനം പോലും ലഭിച്ചില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. സഞ്ജു വിക്കറ്റ് കീപ്പറായി ടീമിൽ തുടരുമ്പോൾ ഇഷാൻ കിഷനും വിക്കറ്റ് കീപ്പറായിട്ടുണ്ട്. IPL സെൻസേഷൻ താരം വൈഭവ് സൂര്യവംശിയെ ടീമിൽ ഉൾപ്പെടുത്തിയതാണ് മറ്റൊരു പ്രത്യേകത. 15-കാരനായ താരം അവസാന 2 IPL സീസണിലും റെക്കോർഡ് പ്രകടനമാണ് നടത്തിയത്. ഇന്ത്യയുടെ T20 ടീമിൽ വൈഭവ് കളിക്കുന്നതോടെ സച്ചിൻ ടെണ്ടുൽക്കറെ മറികടന്ന് ഇന്ത്യക്കായി അരങ്ങേറ്റം നടത്തുന്ന പ്രായം കുറഞ്ഞ താരമായി വൈഭവ് സൂര്യവംശി മാറും. അതേസമയം വൈഭവിന്റെ വരവോടെ ഇന്ത്യയുടെ ഓപ്പണർ റോളിൽ പൊളിച്ചെഴുത്തുണ്ടാകുമെന്നാണ് സൂചന. ഇന്ത്യയുടെ പുതിയ T20 ടീം ഇങ്ങനെയാണ്: ശ്രേയസ് അയ്യർ, തിലക് വർമ്മ, അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, ശിവം ദുബെ, നിതീഷ് റെഡ്ഡി, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, വരുൺ ചക്രവർത്തി, വൈഭവ് സൂര്യവംശി, രവി ബിഷ്ണോയ്, മുഹമ്മദ് സിറാജ്, ഹർഷിത് റാണ, അർഷദീപ് സിംഗ്, പ്രിൻസ് യാദവ് എന്നിവരാണ്. ഏഷ്യൻ ഗെയിംസിനുള്ള ടീമിൽ മുഹമ്മദ് സിറാജിന് പകരം ബുംറയെ ഉൾപ്പെടുത്തി. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.